നമസ്കാരം. ഗോട്ട്, അങ്ങനെ തളപതി വിജയുടെ ഗോട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ഇന്ന് റിലീസായിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി അതിന്റെ അപ്ഡേറ്റും ഫസ്റ്റ് ലുക്കും കാര്യങ്ങളും സെക്കൻഡ് ലുക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്ററുകൾ വരുന്നുണ്ട്. അതിനിടെ ഒരു രണ്ട് മൂന്ന് സിംഗിൾ ഇറങ്ങി. അതിൽ കുറേ ട്രോളുകൾ നിലവിൽ വന്നു. വിജയിന്റെ ആ ചെറുപ്പത്തെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഫേസിന്റെ ഒരു ഇത് വെച്ചിട്ട് എന്തോ ഒരു മാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാതെ കുറെ പേര് വന്നിട്ടുണ്ട്. എനിക്കും ആ ഒരു ഗെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു പാട്ടിൽ ആ ഇത് പടത്തിന്റെ ഓവറോൾ നോക്കുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കത് വിഷ്വലൈസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും വിജയ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആ ഒരു വർഷത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന ഒരു പടത്തിന് വേണ്ടി കാത്തിരിക്കാത്തവരെ ആരുമില്ല. ഞാനടക്കം ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കാണുന്നതല്ല, 1 മണിക്കാണെങ്കിൽ 2 മണിക്കാണെങ്കിൽ പോയി കാണുന്നതാണ്. എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഞാൻ യൂട്യൂബ് ചാനലിൽ പറയാറുമുണ്ട്. അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പിന്നെ വിജയ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും പ്രൊഡ്യൂസർ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിന്റെ ഫാൻ ഫൈറ്റ് ഉണ്ടാവരുന്നേ പറയുള്ളൂ. കാരണം കുറെ പേര് സൂര്യ, വിജയ് അവർ കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ട് ട്രെയിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര രീതിയിലൊക്കെ ട്രോൾ ചെയ്ത് ബോഡി ഷേമിംഗ് വരെയുള്ള ലെവലൊക്കെ ചെയ്തിട്ട് അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർ പരസ്പരം നേരിട്ട് കാണുമ്പോൾ സംസാരിച്ച് കെട്ടിപ്പിടിക്കുന്ന ടീമുകളാണ്. ഫാൻസുകാർ തമ്മിലാണ് ഭയങ്കര അടി. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും സംസാരിച്ചാലും നമ്മളെ വന്ന് തെറി പറയാനാണ് ആൾക്കാർ നോക്കുന്നത്. നമ്മൾ അതിന്റെ അഭിപ്രായങ്ങളാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്താലും ഇതേപോലെ തന്നെയായിരുന്നു. താഴത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്തപ്പോൾ താഴത്ത് വരുന്ന കമന്റുകൾ മൊത്തം ഭയങ്കര രീതിയിൽ ബാഡായിട്ടുള്ളതൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ കാത്തിരിപ്പിന് ശേഷം ആ ഒരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. കാരണം കങ്കുവ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ വന്നു. അങ്ങനെ കുറെ പടത്തിന്റെയൊക്കെ ട്രെയിലർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വെങ്കിട്ട് പ്രഭുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ വെങ്കിട്ട് പ്രഭു പറഞ്ഞു പടം ഇറങ്ങുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഇത് ചെയ്യാനാണ് പരിപാടി. അപ്പോൾ ഇപ്പൊ തന്നെ ഇടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചോ ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതൊക്കെ വിചാരിച്ചു. പക്ഷെ അതിന്റെ ഒരാഴ്ച കഴിഞ്ഞതും ഇപ്പോൾ നിലവിൽ ആ ട്രെയിലർ വന്നിരിക്കുകയാണ്. അറിയാം, വെങ്കിട്ട് പ്രഭുവിന്റെ സംവിധാനം, യുവശങ്കരാജിയുടെ മ്യൂസിക്, ഇതെല്ലാം കൂടി വരുന്ന സമയത്ത് പടം അതെങ്ങനെയാണ്? കാരണം വിജയിന് വെച്ച് ആദ്യമായിട്ടാണ് വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്നത്. മങ്കാത്ത, പിന്നെ ചെന്നൈ 6,28,000, പിന്നെ ലാസ്റ്റ് മാനാട്, ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം നിലവിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഫ്ലോപ്പുകളും കൊടുത്തിട്ടുണ്ട്. മാസ് പോലുള്ള പടങ്ങളൊക്കെ ഫ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പടം വിജയിനെ വെച്ച് ന്യൂ ട്രൈ എന്നാണ് പറയുന്നത്. വേറൊരു ലെവലിൽ വിജയ് പറഞ്ഞ ഒരു വ്യക്തിനെ, വിജയ് എന്ന ഒരു കഥാപാത്രത്തിനെ വേറൊരു രീതിയിൽ കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനു മുമ്പ് വന്ന ആളാണ് നമ്മുടെ ലോകേഷ് കനകരാജ്, ലിയോ ആയിട്ട് വന്നത്. അതിനുശേഷം ഒരു വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ വലിയൊരു ഡീകോഡിംഗ് ഒന്നും ഇല്ലാതെ ഇറങ്ങുന്ന ഒരു പടം കൂടിയാണ് നമ്മുടെ ഗോട്ട് എന്ന് പറഞ്ഞൊരു പടം. പടത്തിന് ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കണ്ടു നോക്കാം. അതിഗംഭീരമെന്ന് പ്രതീക്ഷിക്കാം. 2 മിനിറ്റ് 51 സെക്കൻഡിന് ദൈർഘ്യമുള്ളൊരു ട്രെയിലറാണ്. നമുക്ക് കണ്ടു നോക്കാം ട്രെയിലർ എങ്ങനെ ഉണ്ടാകുന്നുണ്ട്. വഴിവിട്. വഴിവിട്. AGS തലവൻ 68 international successful operations, hostage negotiator, field agent, spy. In short, he is a goat of SATS. സ്പൈ, ഇന്റർനാഷണൽ സ്പൈ എന്തൊക്കെയോ കാണിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ എന്തുകൊണ്ടും ഒരു വലിയൊരു ആൾ തന്നെയാണ് നമ്മുടെ വെങ്കിട്ട് പ്രഭു. വിജയിനെ വെച്ചിട്ടൊരു എക്സ്പെരിമെന്റ് ആണോ അതോ ഒരു പുതിയൊരു ട്രൈ ആണോ എന്നുള്ള കാര്യം. എക്സ്പെരിമെന്റ് ആണെന്ന് വിജയിനെ വെച്ച് ചെയ്യുമ്പോൾ തന്നെ ആലോചിക്കണം, ചെറിയൊരു വാളിച്ച വന്നു കഴിഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കാൻ ആൾക്കാർ അപ്പുറത്തുണ്ട് എന്നുള്ളത്. പിന്നെ സിനിമയാണ്, പിന്നെ ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പടം ഒരു എന്താ പറയാ, നമുക്കറിയാം ഗെറ്റപ്പുകളൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നുള്ളതൊക്കെ. വിജയ് ഒരു ഫംഗ്ഷനിലൂടെയും നമുക്കല്ലാത്ത ഫാൻസ് മീറ്റിലൂടെ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു ക്ലീൻ ഷേവും പിന്നെ ഇപ്പോഴത്തുള്ള ഗെറ്റപ്പ് എല്ലാം ചെയ്തിട്ട് വെച്ചത് അത് എന്തായിരിക്കും എന്നുള്ളത്. കാരണം മുമ്പ് ഒരു ഏലിയന്റെ കഥയൊക്കെ പുള്ളി പറയേണ്ടതാണ്. ഇനിയിപ്പോ അതന്നെയാണോ ഇനിയിപ്പോ മകനാണോ എന്നുള്ള കാര്യമൊക്കെ വരുന്നതിൽ അറിയാം. ട്രെയിലറിന്റെ ബാക്കി നമുക്ക് കണ്ടു നോക്കാം. തലപതി വിജയ്, ഓ മാൻ, குழந்தை நல்லா இருக்கு, ஒன்னும் டென்ஷன் ஆகாத. எனக்கு குழந்தைய நினைச்சலாம் டென்ஷன், காந்திய நினைச்சுதான் டென்ஷன். ഗാന്ധിയൻ, അതാണ് പേര് തോന്നുന്നത്. ഗാന്ധിയാണ് പേര് തോന്നുന്നുണ്ട്. ജംബയല്ലേ അത്? പിന്നെ സ്നേഹയും. പഴയവരിനെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്രശാന്ത്, പ്രഭുദേവ, പിന്നെ വേറെ
അതാണ് നോക്കട്ടെ. இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு. வீட்டுக்கும் டைம்க்கு ഓ வரது. ഇത് ഓൾഡ്. ஏதாவது பொண்ணோட தொடர்பு இருக்கும்னு கொஞ்சம் சந்தேகமா இருக்கு. ജയറാമിന് ഇപ്പോ അങ്ങ് അവിടെയാണ് പിടി. തമിഴിലും തെലുങ്കിലൊക്കെയാണ് നല്ല നല്ല വേഷങ്ങൾ കിട്ടുന്നത്. എന്തായാലും കുഴപ്പമില്ല, മലയാള സാന്നിധ്യം ഉണ്ടപ്പോ കുഴപ്പമില്ല, നമുക്ക് അഭിമാനിക്കാം. കൊട്ടൂര വില്ലൻ. ഓ വിജയ്, 2 വിജയ്, അപ്പനും മോനും പോകുന്നുണ്ട്. இது வரைக்கும் நிறைய பேர் காந்தி வேஷம் போட்டு பார்த்திருக்கேன். ஆனா ஃபார் தி ஃபர்ஸ்ட் டைம் காந்தியே வேஷம் போட்டு பார்க்கறேன். சென்னையில ஏதோ ஒரு இடத்துல பாம்பு வைக்க போறாங்க. ரச்சனையை விட்டு நீங்க 2 பேர் சண்டை போட்டுட்டு இருக்கீங்க. ഫ്രണ്ട്ഷിപ്പ്. ഈ ഒരു നിലവിളി ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ബിഗിലും തലവിയിലും ആ ഒരു സ്റ്റേഷൻ ഒരു അപ്പം മരണപ്പെടുന്ന സമയത്ത് നിലവിളിക്കുന്ന ആ ഒരു ഗെറ്റപ്പ് അതിൽ മാറ്റൂല കേട്ടോ. അത് നമ്മൾ വിജയ് തന്നെയാണ്. പക്ഷെ എനിക്ക് മുഖം ഫേസ് എന്തോ ചെറുപ്പമാണ്, മകനായിട്ട് അഭിനയിക്കുന്നതിന്റെ ഒരു തന്നെയാണ്. പക്ഷെ ഫേസ് ഒരുമാതിരി ഒരു ഒട്ടിയ പോലെയുണ്ട്. வயசாயிடுச்சு, ஸ்குவாடு விட்டு போய் பல வருஷம் ஆச்சு. எப்படி யோசிக்கிறீங்களா? எவ்வளவு வயசான என்னையா? ശിവശങ്കർ രാജ. lion is always a lion. Hey. You think you can stop me? You think you can stop me? No one can stop me. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா, ஹையா. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എന്തായാലും നല്ല ഒരു പടം. എന്താണെങ്കിലും ട്രെയിലർ എങ്ങനെ തന്നെ ആയാലും ഏത് തന്നെ ആയാലും പടം റിലീസിന് അണ്ണന്റെ പടത്തിന് നമ്മൾ പോയിരിക്കും. അത് ആര് തന്നെ എന്ത് തന്നെ റിലീസിന് നമ്മൾ അവിടെ ഉണ്ടാവും. അതാണ് അണ്ണന്റെ അടുത്തുള്ളൊരു സ്നേഹം എന്നുള്ളത്. അത് മോശമാണെങ്കിൽ മോശം തന്നെ പറയും, അത് വേറെ ഒരു ഇത് വരെ. പക്ഷെ തിയേറ്റർ എന്ന് പറയാൻ പറ്റില്ല, അടികൊണ്ട് ഇതാവും. കാരണം അത് ഭയങ്കര ടോക്സിക് ഫാനാണ് വിജയ്ക്ക്. അതുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ ഉള്ളിൽ അകത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അടി പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് അതൊന്നും പറയണ്ട, ഇവിടെ ഒന്ന് പറയാം. എന്തായാലും പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പുള്ളി അതിലെന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടി ന്യൂ ആയിട്ട് ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം വിജയനെയാണോ കാണുന്നത്, അതല്ല നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള വേറെ വലിയ വിജയനെ കാണാൻ പറ്റൂ. കാരണം സ്നേഹ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ നമുക്ക് പ്രശാന്ത്, പ്രഭുദേവിന്റെ ഒക്കെ ഒരു കോംബോ നമുക്ക് അതെങ്ങനെ വരുന്നുള്ള, ജയറാം ഇതിന്റെ കോംബോ എങ്ങനെ വരുന്നുള്ളതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ് പടത്തിന്. പടം സെപ്റ്റംബർ 5-നാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ടിക്കറ്റ് 5-ാം തീയതിക്ക്. അപ്പം എന്തായാലും പടം എന്തായാലും റിലീസിന് തന്നെ പോയി കാണണം. നല്ല രീതിയിൽ വരട്ടെ. കാരണം ഇതിന്റെ ഈ ഒരു പടം കഴിഞ്ഞ് അടുത്തത് ഒരു വിനോദമായിട്ടുള്ളൊരു പടം ചെയ്യുന്നൊക്കെയാണ് റിപ്പോർട്ട്. അറിയില്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഇനിയിപ്പോൾ പടങ്ങൾ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമോ എന്താണെന്ന് അവരിന്റെ ഒക്കെ തീരുമാനമാണ് എന്താണെന്നുള്ളത്. എന്തായാലും വിജയന്റെ പടം ഇറങ്ങുമ്പോൾ അത് വേറെ ലെവലാണ്, അത് വേറെ ഒരു മൈൻഡ് സെറ്റാണ്. തിയേറ്റർ തന്നെ ഒരു പൂരപ്പുറമ്പാവുന്ന ഒരു ദൃശ്യമാണ് ചിലപ്പോൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് ഗോഡ് ടീം ആൻഡ് വെങ്കിട്ട് പ്രഭു, ശിവശങ്കർ രാജ മ്യൂസിക്, എല്ലാത്തിനും വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ഇപ്പൊ നമുക്ക് കാണുന്ന കുറച്ച് ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പോൾ ആ പടം കാണുന്ന സമയത്ത് ഓൾ ത്രൂ കാണുന്ന സമയത്ത് ഇത് കൊള്ളാലോ, ഇതിങ്ങനെ തന്നെയാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് നമുക്ക് വിജയന്റെ ചെറുപ്പത്തെ ഫേസ് ചിലപ്പോൾ പറ്റാത്ത ലെവലിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നോക്കണ്ട, ട്രെയിലറിന് നമുക്കൊരു പടത്തിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പടം വരട്ടെ, അതിന്റെ രീതി കാണട്ടെ. എന്തായാലും വേറെ ലെവലായിക്കട്ടെ തളപതിന്റെ ആ ഒരു ഇത് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണണം. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. എന്തൊക്കെയോ നമുക്കൊരു ഇതുപോലും ഇല്ല. ഇവരെ ഒരു സ്ക്വാഡാണ്, അന്ന് ഒരു ഓപ്പറേഷന് പോകണം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് 5-ാം തീയതി വരെ അറിയാം. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് പടത്തിന് വേണ്ടിയിട്ട്.